പിന്നെ നമ്മൾ ഒരുമിച്ച് എന്തായാലും ഒരു മാസം നമ്മൾ ഒരുമിച്ചായി. പിന്നെ ഭയങ്കര ബോണ്ടായി. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര അടുത്തു. പിന്നെ ഒഴിവാക്കാൻ പറ്റാണ്ടായി. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്നിച്ചെന്നെ കുറെ കാലായി. പിന്നെ അമ്മാർജി മമ്മു മമ്മ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂന് പണിയൊന്നുമില്ല. മമ്മ ഇപ്പൊ നമ്മളെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മമ്മൂനെ ഒരു നിലയിൽ എത്തിക്കണം എന്നാണ് എന്റെ ഇപ്പത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് മമ്മൂന്റെ കാര്യം തന്നെയാണ്. പിന്നെ ബാക്കി എല്ലാവരും പ്രയോറിറ്റി തന്നെ, പക്ഷെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി മമ്മാണ്. പിന്നെ എല്ലാരും ഗ്യാഗലുള്ള എല്ലാരും ഒരു സ്റ്റേജിൽ എത്തിക്കണം, അതാണ് ഗോൾ. അടുത്ത ആള് ജാസിനെ പരിചയപ്പെടുത്തിയില്ലേ? ജാസിനെ കുറിച്ച് രണ്ടു വാക്കും കൂടി പറയാനുണ്ട്. ഇല്ല, അത് കുറച്ച് ജാസിയും എന്നെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ എന്നെ സ്കാം പറ്റിച്ചിട്ടുണ്ട്. സംഭവം വെച്ചാല് ഇവരെ കുക്കായിട്ട് എടുക്കുമ്പോ എനിക്കൊരു എഡിറ്ററിനെയും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഇവൻ വരുമ്പോ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് കുക്കിംഗ് മാത്രല്ല എഡിറ്റിംഗ് കൂടി അറിയാം. ടെക്നിക്കലി ഞാൻ ഭയങ്കര ഇതാണ്, ടെക്നിക്കൽ നോളേജ് കൂടുതലാണ്. ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യും. അപ്പൊ കുക്കിങ്ങിന് എന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കൂടി വേറെ എന്നെ എടുത്തോ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ സംഭവം കുക്കിംഗ് അറിയാം, പക്ഷെ ബാക്കിയെല്ലാം കളവായിരുന്നു. കാരണം എന്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ രണ്ടുപേരും അത്രേ അതായത് ഒരു കുക്കിന് ആണെന്നുള്ള വീഡിയോ ലൈവില് കണ്ട സമയത്ത് വേറെ ഒന്നും രൂപ ഓപ്ഷൻ. ഞാൻ പറഞ്ഞു എങ്ങനെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എന്നെ എടുക്കുന്നില്ല. ഇഷ്ടംപോലെ പ്രൊഫഷണൽ ഷെഫുമാരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ടെക്നിക്കലി അറിയാം, എല്ലാ കാര്യം ഞാൻ മാനേജ് ചെയ്ത് അടിപൊളി എന്തെല്ലോ തള്ളി വിട്ടില്ല, എനിക്ക് നടത്താൻ പറ്റി. അല്ല, ഇവന്റെ ഫുഡ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഒഴിവാക്കാണ്ട് കൂടും. പിന്നെ ഇപ്പൊ 2 മാസം നമ്മൾ ഒരുമിച്ചായി, നമ്മള് സെറ്റായി. ലൈഫിൽ തന്നെ കിട്ടില്ല എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഇതിന് മുമ്പല്ലോ ഞാൻ കോളേജിലാണ് പഠിച്ചത്. ഞാൻ 5ാം ക്ലാസ് മുതൽ ഏകദേശം എനിക്ക് ഡിഗ്രി വരാന് ഇതേപോലെ കോളേജിൽ നിന്ന് പഠിച്ചതാ. മാസത്തിൽ ഏകദേശം 3 ദിവസമൊക്കെ ലീവ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ്, ചെറുങ്ങനെ ഉള്ളി അടിക്കുന്നുണ്ടാവും. അപ്പൊ കേരളത്തിൽ പല ഭാഗത്ത് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, വയനാട് കോഴിക്കോടൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ നമ്മളിങ്ങനെ പഠിക്കാൻ പോയാൽ അറിയാലോ, ഹോസ്റ്റലൊക്കെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വലിയ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ 2-3 കൊല്ലമൊക്കെ ബിസിനസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ അവസാനം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ട പോലെ 2 കൊല്ലം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അതിന്റെ ചെറുങ്ങനെ ഫ്രീലാൻസ് വർക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഫുഡിനും കാറ്ററിങ്ങും പിന്നെ തട്ടടിലൊക്കെ. അപ്പൊ എനിക്ക് പിന്നെ തോന്നി ഇങ്ങനെ ജീവിച്ചപ്പോ എവിടെയെങ്കിലൊക്കെ എത്തണം, വലിയ നിലയിൽ എത്തണം. എനിക്ക് ഇവർ ഭയങ്കര ഇൻസ്പയർ ആണ്. കാരണം വെച്ചാൽ ഇവന്റെ ആപ്പതാ കളിയും പരിപാടിയും കാര്യങ്ങളും എന്ത് കളി വെച്ചാൽ കുറെ പേരുണ്ട്. ജോളോ ചിപ്സ് എടുത്തിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാല് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉള്ളിനുള്ളിൽ ചിലപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. നമ്മൾ ആരെങ്കിലും വിചാരിക്കും ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ ഒന്നും എനിക്കും ആഗ്രഹം എവിടെയെങ്കിലും എത്തണം, അറിയപ്പെടുന്നു. നോക്കുമ്പോ അസമയത്ത് കേരളത്തിലെ കത്തി നിൽക്കുന്ന ആള് മൂപ്പരാണ്. അപ്പൊ ഒരു ആരെങ്കിലൊക്കെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചാൻസ് ആകെ കുക്കിങ്ങിന് കിട്ടി. ഞാൻ കേറി അടിച്ചു വേഗം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാരണം ഇപ്പൊ എനിക്കൊരു സെപ്പറേറ്റ് ഒരു എഡിറ്റർ ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ട് എഡിറ്ററിനെ നമ്മൾ തപ്പിക്കൊണ്ട് അല്ല ഇല്ലെങ്കിലും പരിപാടിയും പിന്നെ അതേപോലെ തന്നെ മസാല ദോശ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എഡിച്ചും കൂടി ചെയ്യാനാവില്ല. ആള് നൈസാ. കാരണം വെച്ചാല് മൂപ്പർക്ക് സത്യം പറഞ്ഞാൽ വെക്കേണ്ട ആവശ്യം ഉണ്ട്, വെക്കേണ്ട ആവശ്യം ഉണ്ടല്ലേ. ഒന്നുമില്ല, ഞാൻ തട്ടിക്കൂട്ടി എന്നെ കൂടെ അടിച്ച് ചെയ്യിപ്പിച്ചേ. ഞാൻ വിചാരിച്ച എങ്ങനെയെങ്കിലും കഴിച്ചായി പോവാന്നല്ലോ. അടിച്ച് ചെയ്യിപ്പിച്ച എനിക്ക് മനസ്സിലായി ഇനി അധികം പണി പാട് ഇവിടെ പോണ്ട മമ്മു അയ്യോ ദോശയിലാണെങ്കിൽ ഒരു 10-15 കഴിക്കും. അത് അങ്ങനല്ല, മസാല അല്ല അങ്ങനല്ല, വിശപ്പടങ്ങുന്ന നേരെ കഴിക്കും. എനിക്ക് പേടിയാണ്, കാരണം നമ്മള് മസാല ദോശ ഒക്കെ ഉണ്ടാക്കും എല്ലാവർക്കും. അല്ല ഞാൻ പറയട്ടെ, നിങ്ങളിവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? നമുക്ക് അറിയിട്ടുണ്ടോ എന്താ ഫുഡ് കഴിക്കാൻ? എന്താ മന്തിയോ? മന്തി നിങ്ങൾക്ക് എത്ര ആൾക്കുള്ളതാ പറഞ്ഞത്? നമ്മളിപ്പോ 8 പേർക്കുള്ളല്ലോ പറഞ്ഞത്. അതൊരു 15ലേക്ക് മാറ്റേണ്ടി വരും. അല്ല ഇപ്പൊ നിങ്ങൾക്ക് അല്ല ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കുമ്പോ മനസ്സിലാവും മമ്മ എത്ര തിന്നുന്നുള്ളത് മനസ്സിലാവും.
അല്ല എനിക്ക് ഫുഡ് കിട്ടിയില്ല ഭയങ്കര ഒരു ടെൻഷനാണ് ഭയങ്കര ടെൻഷൻ 2 ദിവസം അങ്ങനെ ഡിപ്രഷനിലായി പോലും ഇപ്പൊ മന്തിയാ കോഴിയാ ഫ്രൈഡ് ചിക്കൻ എന്താണെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല എന്താണെങ്കിലും കഴിക്കൂലേ ഡയറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് നീ അതവരൊക്കെ ഡയറ്റ് എടുക്കും ഓരോ പ്രോട്ടീൻ പൗഡർ ബൂസ്റ്റ് ഇങ്ങനത്തെ എല്ലാം രാത്രി വന്നിട്ട് നൈസായിട്ട് ഫ്രിഡ്ജിന്റെ ഒച്ചെല്ലാം കേൾക്കുമ്പോ വരിക അല്ല നമ്മളെല്ലാരും ഡയറ്റ് ഇപ്പൊ ജിമ്മിൽ പോകുന്നോണ്ട് നമ്മള് ഏകദേശം എത്ര പേരുണ്ട് നമ്മള് 3, 4, 5 പേരും ഡയറ്റാ ഇവര് 2 പേരാണ് സീന് ഇവരുടെ ഡയറ്റ് കൊണ്ട് കുറെ എനിക്ക് തച്ചും ചെയ്യാം റാംബോ ഭയങ്കര ഫിറ്റ് ആണല്ലോ ഈ പീരങ്കിയാ അല്ല ഈ തലക്കാടി വെച്ചോണ്ടാണോന്ന് അറിയില്ല എനിക്കൊരു ഫിറ്റ് ആയി ഈ തലയിൽ പൂക്കിട്ട് കിട്ടിയത് ടാങ്കറിനെ കുറിച്ചാ പറയുന്നത് ഫിറ്റാന്ന് റാംബോൻ ഇങ്ങനെ കണ്ട നല്ല കാതലുള്ള സാധന കാതലോ കാതൽ മീൻസ് നല്ല അടിപൊളി ബോഡി ഗാർഡാണല്ലോ എന്തിനും പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാ അടുത്ത ഇൻട്രോഡക്ഷൻ ഓക്കെ The one and only റാംബോ റാംബോ ആണ് നമ്മളെ മറിച്ച് കഴിഞ്ഞാൽ അടുത്ത മെമ്പർ ബോഡി ഗാർഡ് ആയിട്ട് വന്നതാണ്. അവന്റെ ജോലി വളരെ കൃത്യമായിട്ട് വളരെ ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ നമ്മളെ ഗാങ്ങിൽ തന്നെ ഒരു ജോലി ഏൽപ്പിച്ച ഇപ്പൊ ബാക്കി എല്ലാരും ഉഴപ്പലുണ്ട്, വക്കീലടക്കം ഉഴപ്പലുണ്ട്. പക്ഷെ റാംബോ എന്ന് പറഞ്ഞാൽ ഉഴപ്പില്ല, നോ ഉഴപ്പ്. ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യും. ചെറിയ ചെറിയ ഉഴപ്പുകൾ ഉണ്ടാകും, ഞാൻ അപ്പൊ തന്നെ പറയും, എന്റെ കയ്യിൽ നിന്ന് വഴക്കം ഉള്ളും, പക്ഷെ ജോലി കൃത്യമായിട്ട് ചെയ്യും. പിന്നെ റാംബോനെ കുറിച്ച് പറയാനാണെങ്കിൽ പാവാണ്, ലോയലാണ് ഭയങ്കര ലോയലാണ്. റാംബോ പറയട്ടെ, റാംബോനെ കുറിച്ച് റാംബോ തന്നെ പറയും. എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. തൊപ്പിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ, അപ്പൊ ഒരുപാട് ഫാൻസ് ഒക്കെ വന്ന് തൊപ്പിയുടെ അടുത്തോട്ട് വരുമ്പോ ഇവര് തൊപ്പിനെ എങ്ങനെയാ ഇതാക്കാം? കൈ വെച്ചിട്ടോ? ആദ്യമായിട്ട് നമ്മള് അവരടുത്ത് അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഇത്തിരി ബലമൊക്കെ പ്രയോഗിച്ചൊക്കെ മാറ്റുമായിരുന്നു. പിന്നെ ഇപ്പൊ മനസ്സിലായി ഇനി കൂടുതൽ ബലം പ്രയോഗിച്ച് എല്ലാവരും കൂടെ നമ്മളെ കയറി അടിക്കും. കാരണം 1-2 പേരല്ലേ പറഞ്ഞത്, അത്രയും പേരാണ് ഒരുമിച്ച് പറഞ്ഞത്. അപ്പൊ പിന്നെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി, പറഞ്ഞവരടുത്ത് സ്നേഹത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, അത്യാവശ്യമുണ്ട്, തിരക്കുണ്ട്, ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൂടെ നടന്നാൽ മതി. ഒരുപാട് ആൾക്കാർ വന്നാലും കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴെങ്കിലും കൂടെ ഒരാളും കൂടെ സഹായത്തിന് വേണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു ബോഡി ഗാർഡും കൂടെ വേണ്ട. തൊപ്പി പറ, ബാക്കി കൂടെ പറ. റാംബോനെ കുറിച്ച് റാംബോനെ പറയുന്നതായിരിക്കും നല്ലത്. എങ്ങനെയുണ്ട് തൊപ്പിയുടെ വീട്ടിലുള്ള ജീവിതം? വളരെ സന്തോഷമായിട്ടുള്ള ജീവിതം. അത് സ്വന്തം ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ മുതുങ്ങല് നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിനെയും കാട്ടി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പുറത്ത് പോയിട്ട് ഇത്ര സമയത്ത് കയറണം, വീട്ടിൽ കയറണം, പുറത്ത് രാത്രി വിടൂല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പോയി കഴിഞ്ഞാലും വിളിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഈ 40 വയസ്സുള്ള നിന്നെ അതിന് പറയേണ്ടതല്ലേ, ഇത് അതിന് പറയേണ്ട കാര്യങ്ങൾ ഇവരെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം ഞാൻ. എനിക്ക് 26 വയസ്സായിട്ട്. ഇവരാണ് ചുമ്മാ എനിക്ക് 40-50 വയസ്സെന്നൊക്കെ ഒരു 28. എനിക്ക് 26 എന്റെ